എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ? വെക്കേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു. കുട്ടികളോട് കേട്ടോ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ പിള്ളേരെ? കുട്ടികൾക്കൊക്കെ സ്കൂൾ ഓപ്പൺ ആയോ? റീ ഓപ്പൺ ചെയ്തോ? ഇല്ല അല്ലെ? CBSE നേരത്തെ തുറക്കും. CBSE സ്കൂളുകൾ ചിലത് നേരത്തെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഓപ്പൺ നേരത്തെ അടച്ചതാണല്ലോ. 20-ാം തീയതി അങ്ങനെ അടച്ചതാണ്. കുട്ടികളായിട്ട് ട്രിപ്പ് ഒന്നും പോയില്ല നിങ്ങള് വെക്കേഷൻ ആയിട്ട്? ഓക്കെ. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഒട്ടും ക്ലിയർ അല്ലേ? ഇപ്പോഴോ കേൾക്കാമോ? ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ക്ലിയർ അല്ലാതെയാണോ കേൾക്കുന്നേ? നമ്മള് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് എടുത്തിരുന്നത് അല്ലെ? എവിടെ വരെ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്തോ? ഫങ്ഷൻസ് ഓഫ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി പറഞ്ഞിരുന്നോ? 2-3 പോയിന്റ്സ് പറഞ്ഞല്ലേ? കോഡ് കഴിഞ്ഞു. സെക്കൻഡ് പോയിന്റ് കൂടി പറയണം. ഓക്കെ. ഒന്നുകൂടി പറയാം. ഫങ്ഷൻസ് ഓഫ് ദ ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ആൻഡ് കറക്റ്റ് ലൈഫ് സേവിംഗ് മെഡിക്കൽ കെയർ. ഓക്കെ. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വരുന്ന പേഷ്യൻസിന് ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ കൊടുത്ത് അവരെ ലൈഫ് സേവ് ചെയ്യുക എന്നുള്ളതാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും പ്രധാന ദൗത്യം എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ. Then to liaise with the courts and police in medico-legal case whenever required. ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? ആരുമായിട്ട് പരസ്പര സമ്പർക്കം പുലർത്തണം എന്നാണ് പറയുന്നത്? കോർട്സും പോലീസുമായിട്ട് അല്ലെ? പ്രത്യേകിച്ച് മെഡിക്കോ ലീഗൽ കേസുകൾ അല്ലെ? ആക്സിഡൻസ് പോലുള്ള കേസുകളോ മറ്റ്
മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കേസസിലും എന്താണ് ലീഗൽ ആക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനാൽ തന്നെ കോർട്സും പോലീസുമായിട്ട് എന്താണ് ആവശ്യാനുസരണം നല്ലൊരു പരസ്പര സമ്പർക്കം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടായിരിക്കും. ഓക്കെ. Yes. Then to provide ambulance service for pre-hospital care and transportation of patients to and from the hospital. Third point എന്താണ്? To provide ambulance services for pre-hospital care and transportation of patients to and from the hospital. Third point പറയുന്നത് എന്താണ്? ആംബുലൻസ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. എപ്പോഴൊക്കെയാണ്? സൗണ്ട് ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഒരേപോലെ തന്നെയാണോ സൗണ്ട്? കേട്ടോ. കേൾക്കാമോ? ക്ലിയർ ആണോ? ഓക്കെ. Okay. Yes. Third point is എന്താ പറയുന്നത്? To provide ambulance services for pre-hospital care and transportation of patients to and from the hospital. അതായത് ഹോസ്പിറ്റലിൽ എന്താണ് ആംബുലൻസ് സർവീസസ് ഉള്ള ആംബുലൻസ് സേവനങ്ങൾ, അതായത് പ്രീ ഹോസ്പിറ്റൽ പരിചരണത്തിന് വേണ്ടിയിട്ട് ആംബുലൻസ് സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. Then to fulfill the role of information and communication center, especially during disasters. To fulfill the role of information and communication center, especially during disasters. എന്താ പറയുന്നത്? പ്രത്യേകിച്ച് ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മളിപ്പോ ന്യൂസിലൊക്കെ കണ്ടിട്ടില്ലേ, ഏറ്റവും വലിയൊരു റോള് ആ സമയത്ത് കൈകാര്യം ചെയ്തത് ആരായിരിക്കും? ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഫസ്റ്റ് വരുന്ന എല്ലാ കേസുകളും, പ്രത്യേകിച്ച് ഒരു ദുരന്തം ഡിസാസ്റ്ററുകൾ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ഒരു ലോഡ് പേഷ്യൻസിന്റെ ഓവർഫ്ലോസ് ആയിരിക്കും ആ ഒരു സമയത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഒരു മേജർ റോള് തന്നെയാണ്, മേജർ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ റോള് തന്നെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വഹിക്കുന്നത്. ഓക്കെ. Then fifth one, education, training and research activities of medical staff. ക്യാമറ ഓൺ ചെയ്തിരിക്കുന്നത് ക്ലാസ് കാണുമ്പോഴേക്കണേ, അല്ലാതെ വെറുതെ അവിടെ സംസാരിക്കരുത്. ശിവാൻഷി എടോ, നമ്മൾ ഓൺലൈനിലാണെങ്കിൽ അല്ലെങ്കിലും എന്താണ്
ക്യാമറ ഓൺ ആവുന്നതാണോ, ഇങ്ങനെ ഓപ്പൺ ചെയ്യാത്തല്ല, ഓൺ ആവുന്നില്ല, അത് ആ ബട്ടൺ അവിടെ ഇങ്ങനെ സ്ലോ ആയി കിടക്കുകയാണ് കേട്ടോ. തനിയെ ഓൺ ആയിരിക്കുള്ളത്. നിങ്ങൾ വോയിസ് ക്ലിയർ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ക്യാമറ ഓൺ ചെയ്തിരിക്കുന്നതിന് സ്റ്റുഡൻസിനോട് പറയണം കേട്ടോ. നിങ്ങൾക്ക് ഓൺ ചെയ്തിരിക്കുന്നതിന് ഒരു പ്രശ്നമില്ല, പക്ഷെ ഇരിക്കുമ്പോൾ മര്യാദയ്ക്കിരിക്കണം കേട്ടോ. അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്ന ബാക്കി സ്റ്റുഡൻസിന് ഡിസ്റ്റർബൻസ് ആവും, ശബ്ദമില്ലെങ്കിൽ പോലും കേട്ടോ. ഓക്കെ, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ് ഓഫ് മെഡിക്കൽ സ്റ്റാഫ് എന്താ പറയുന്നത്? 5th പോയിന്റില് ആർക്കൊക്കെയാണ് ട്രെയിനിങ്സ് കൊടുക്കുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ ജീവനക്കാർക്ക് അല്ലെ, പ്രത്യേകിച്ച് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള റിസർച്ച് പർപ്പസസിനും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻസ് മറ്റ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലും നമ്മളിപ്പോ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുറെ കുട്ടികൾ അല്ലെങ്കിൽ റിസർച്ചിന്റെ ഭാഗമായിട്ടൊക്കെ അസിസ്റ്റ് ചെയ്ത് പഠിക്കുന്നത് ഉണ്ടാവും നമ്മൾ അല്ലെ. ഇപ്പൊ ഒരു ഡോക്ടർ ഉണ്ടാവും, ഡോക്ടറെ കൂടെ തന്നെ എന്താണ് ഒരു 5-10 കുട്ടികൾ ഉണ്ടായിരിക്കും. അത് അസിസ്റ്റ് ചെയ്ത് അത് എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രോബ്ലംസ് അല്ലെങ്കിൽ പ്രോസസ് എങ്ങനെയാണെന്നൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അവർക്ക് കൂടി എന്ത് കൊടുക്കുന്നുണ്ട്? അത്തരം സാഹചര്യങ്ങള് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഒരുക്കി കൊടുക്കുന്നത്. അവർക്ക് വേണ്ട കൂടുതലായിട്ട് ഫർദർ ട്രെയിനിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടും അത്തരം ഓപ്പർച്യൂണിറ്റീസ് കൂടി അവിടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ നടത്തുന്നുണ്ട്. ഓക്കെ, അത് ഇന്ത്യസ് ഏത് ഡിപ്പാർട്ട്മെന്റ്സ് ആണെങ്കിലും എന്താണ് അസിസ്റ്റന്റ് സർവീസസുകൾ നമ്മൾ അല്ലെങ്കിൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്ത് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്താണ് അവർക്ക് ആവശ്യാനുസരണ പരിശീലനങ്ങൾ നമുക്ക് ഏത് സ്റ്റാഫുകൾക്കും കൊടുക്കാം. അതേപോലെ തന്നെ എന്താണ് എമർജൻസി മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലും അത്തരം രീതിയിൽ സ്റ്റാഫുകൾക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, these are the functions of accident and emergency services. ഏതൊക്കെയാണ്? ഒന്ന്, to provide immediate and correct life-saving medical care. പേഷ്യൻസിന് എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കറക്റ്റ് ലൈഫ് സേവിംഗ് മെഡിക്കൽ കെയർ കൊടുക്കുക എന്നാണ് പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ. പിന്നെ എന്താണ്? to liaise with courts and police in medico legal cases whenever required. പോലീസും കോർട്സുമായിട്ട് പ്രത്യേകിച്ച് മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെടുന്ന സമയത്ത് എന്താണ് നല്ല രീതിയിലൊരു പരസ്പര സമ്പർക്കമായിരിക്കും ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കോർട്സും പോലീസുമായിട്ട് വഹിക്കുക. പിന്നെ ആവശ്യാനുസരണം ആംബുലൻസ് സർവീസസുകൾ, പ്രീ ഹോസ്പിറ്റൽ കെയറുമായി ബന്ധപ്പെട്ട് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് ആംബുലൻസ് സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒരു ഡിസാസ്റ്റർ പോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഒരു മേജർ റോൾസ് തന്നെയാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സ് വഹിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് വേണ്ട ട്രെയിനിങ്സ് ആൻഡ് എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടുത്തെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. ഓക്കെ, മനസ്സിലായോ 5 പോയിന്റ്? പേജ് നമ്പർ ഒന്നും ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തേ. PDF വേറെ നമ്പർ ആയിരിക്കും ചിലപ്പോ. PDF 34 ആണ്, നിങ്ങളുടെ അത് തന്നെയാണോ നോക്കട്ടോ. ടെക്സ്റ്റില് 34 ആണ്. ഓക്കെ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ലേറ്റ് ആയത് കയറാൻ ക്ലാസ്സില്? എന്ത് പറ്റിയതോ? നെക്സ്റ്റ് വരുന്നത് നമ്മൾ പഠിച്ചത് ഫങ്ഷൻസ് ആണ്. അടുത്തത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ, അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തുമായി ബന്ധപ്പെട്ട്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രോസസ്സുകൾ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സുകൾ കൃത്യമായിട്ട് നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്ന് ആര് ഉറപ്പുവരുത്തേണ്ടതുണ്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടത്. എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് നമ്മളിനി നോക്കുന്നത്. ഓക്കെ, യെസ്, the ED must be organized and administrated to meet the healthcare needs of its population. ഫസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്? The ED must be, ED എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ED must be organized and administrated to meet the healthcare needs of its population. ഫസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് എന്താണ്? എന്തായിരിക്കും നമ്മൾ പറയുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സുകൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിൽ കൊടുക്കുന്നത്, അതായത് വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാനറിലാണോ
അവരെ അല്ലെങ്കിൽ അവർക്ക് വരുന്ന പേഷ്യൻസിന് എന്താണ് നല്ല രീതിയിലൊരു മെഡിക്കൽ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെന്റ് അവിടെ കൊടുക്കുന്നുണ്ടോ എന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ആയിട്ട് എൻഷുർ ചെയ്യേണ്ടതാണ്. ഓക്കെ, യെസ്. അതായത് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് നിരവധി പേഷ്യൻസ് എമർജൻസി ആയിട്ട് വരുന്നുണ്ടാവും അല്ലെ. അപ്പൊ വരുന്ന പേഷ്യൻസിന് എന്താണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഒരു ലൈഫ് സേവ് ചെയ്യാന്നുള്ള ഒരു ആക്ടിവിറ്റിയാണ് ആ ഒരു സമയത്ത് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അത്തരം അത് മുതൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ ബേസിക് ട്രീറ്റ്മെന്റ്സും നല്ല രീതിയിൽ അവർ കൊടുക്കുന്നുണ്ടോ എന്ന് അതായത് എത്രയോ പേഷ്യൻസ് ഇപ്പോ നമുക്കറിയാം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഓഫ് എണ്ണം കൂടുതലായിരിക്കും വരുന്ന പേഷ്യൻസിൽ. എത്ര പേഷ്യൻസ് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് അവർക്ക് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ്സ് അവിടെ കൊടുക്കുന്നുണ്ടെന്ന് കൂടി അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതായത് വരുന്ന പേഷ്യൻസിന്റെ ആവശ്യകതകൾ അനുസരിച്ചിട്ട് ഇവിടെ പോപ്പുലേഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പേഷ്യൻസിന്റെ എണ്ണത്തിനെ തന്നെയാണ് കേട്ടോ. ഓക്കെ, then second one, operation of ED must be guided by written policies and procedures. Operations of ED must be guided by written policies and procedures. Emergency ഡിപ്പാർട്ട്മെന്റിലുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും, അതായത് അവർക്ക് രേഖാമൂലം തയ്യാറാക്കപ്പെട്ടിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും അതിന് പ്രകാരം തന്നെയാണോ അവർ പ്രവർത്തിക്കുന്നതെന്ന് ആര് നിരീക്ഷിക്കേണ്ടതുണ്ട്? ആരാണ് നിരീക്ഷിക്കേണ്ടത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒബ്സർവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലെ. അതായത് ED ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിരിക്കുന്ന പോളിസീസ് പ്രൊസീജിയേഴ്സ് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ച് തന്നെയാണ് അവരുടെ ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, പറയുന്നത് മനസ്സിലാവുണ്ടോ? യെസ്. Then medical and the nursing director of hospital, along with appropriate integration of ancillary services, must ensure quality and safety in ED. Medical and nursing director of hospital, along with appropriate integration of ancillary services, must ensure quality and safety in ED. എന്താണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്? ഒന്ന് വായിച്ചു നോക്കാം മുതൽ. എല്ലാവർക്കും ടെക്സ്റ്റ് ഒക്കെ കിട്ടിയില്ല? ഇപ്പൊ കുറെ ദിവസമായില്ലേ? വായിച്ചു നോക്കട്ടോ. യെസ്, ഇതെവിടെ പറയുന്നത്? ഇവിടുത്തെ EDയിലെ മെഡിക്കൽ സ്റ്റാഫുകളും അല്ലെങ്കിൽ നഴ്സിംഗ് ഡയറക്ടേഴ്സ് ഒക്കെ അവിടെ കൊടുക്കുന്ന സേവനങ്ങൾ പ്രത്യേകിച്ച് ആൻസിലറി സർവീസസുമായിട്ട്, ആൻസിലറി സർവീസസ് എന്ന് ഉദ്ദേശിക്കുന്ന എന്തൊക്കെ സേവനങ്ങളാണ്? ഹോസ്പിറ്റൽ ആൻസിലറി സർവീസസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അനുബന്ധ സേവനങ്ങൾ, മറ്റനുബന്ധ സേവനങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെയാണ്? നമ്മള് EDയുടെ തൊട്ടടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണത്? അതൊരു ആൻസിലറി സർവീസസ് ആണ്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? മറന്നുപോയോ? ക്ലാസ് ഇത്രയും ദിവസം അത് കഴിഞ്ഞപ്പോ. ഹോസ്പിറ്റലിലെ മറ്റനുബന്ധ സേവനങ്ങൾ ഏതൊക്കെയാണ്? മറ്റനുബന്ധ ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെയാണ്? യെസ്, വെരി ഗുഡ്. ലബോറട്ടറി, റേഡിയോളജി, ലോണ്ടറി, ഹൗസ് കീപ്പിംഗ് തുടങ്ങിയ മുതലായിട്ടുള്ള സർവീസസ്. പ്രത്യേകിച്ച് EDയുടെ ഏറ്റവും അടുത്ത് ഇടപെടുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റർമീഡിയറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് റേഡിയോളജി, ലബോറട്ടറി സർവീസസ് ആണ് അല്ലെ. യെസ്, അപ്പൊ അതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൻസിലറി സർവീസസ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് അതായത് EDയിലെ മെഡിക്കൽ സ്റ്റാഫുകളും നഴ്സിംഗ് ഡയറക്ടേഴ്സും ഒക്കെ എന്താണ് പ്രത്യേകിച്ച് ആൻസിലറി സർവീസസുമായിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരുമായിട്ടുള്ള ആ ഒരു കോപ്പറേഷൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സർവീസസിൽ നല്ല രീതിയിലൊരു ക്വാളിറ്റിയും അതേപോലെ തന്നെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് അവർ ഒരുമിച്ച് ഇന്റർഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് എന്നുകൂടി
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ആയിട്ട് എൻഷുർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഓക്കെ, അതായത് ED ഡിപ്പാർട്ട്മെന്റ്സും മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് അതായത് ഇന്റർഗ്രേറ്റ് ചെയ്ത് തന്നെ പ്രവർത്തിക്കുന്നത് അല്ലെ, മെഡിക്കൽ സ്റ്റാഫുകളും നഴ്സും ഡയറക്ടേഴ്സും ഒക്കെ തന്നെ. അപ്പൊ ആ ഒരു ആൻസിലറി സർവീസസ് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്വാളിറ്റിയും ആ സേഫ്റ്റിയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവരവിടെ പ്രവർത്തിക്കുന്നത് എന്ന് കൂടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. ഓക്കെ, പിന്നെ ഫോർത്ത് പോയിന്റ് എന്താണ്? Appropriateness of emergency care are continually monitored and evaluated. Appropriateness of emergency care are continually monitored and evaluated. എന്താണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന ഒരു കെയർ അല്ലെ, വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഒരു കെയറിന്റെ കണ്ടിന്യൂറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെയാണോ അവിടെ സേവനങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് കൂടി ഇവിടെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. എമർജൻസി കെയർ കൊടുക്കുന്ന സമയത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. അവർ നല്ല രീതിയിലാണോ വരുന്ന പേഷ്യൻസിന് ആ ഒരു എമർജൻസി കെയർ കൊടുക്കുന്നത് എന്ന് കൂടി ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ശിവാൻഷിക്കാണ് പേരുള്ള ആരാണോ? ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ക്യാമറ ഓഫ് ചെയ്തിട്ട് നോക്കിക്കോ, നമുക്ക് ഇവിടെ വർത്താനം പറയുന്ന കാണാൻ പറ്റും കേട്ടോ. Yes, next one എന്താണ്? The medical director should oversee all aspects of the practice of emergency medicine in ED. The medical director should oversee all aspects of the practice of emergency medicine in ED. Medical director എന്താണ് ഓവർസീ ചെയ്യുന്നത്? ED-യിലെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് എമർജൻസി മെഡിസിന്റെ കാര്യത്തില് അല്ലെ, ED-യിൽ കൊടുക്കുന്ന മെഡിസിൻസ്, പ്രത്യേകിച്ച് എമർജൻസി മെഡിസിൻസിന് ഓവർസീ ചെയ്യുന്നത് ആരാണ്? മെഡിക്കൽ ഡയറക്ടർ ആണ്. അതായത് അവിടെ കൊടുക്കുന്ന മെഡിസിൻസിന്റെ എക്സ്പയറി ഡേറ്റ്സുകൾ അല്ലെങ്കിൽ അതിന്റെ കറക്റ്റ് സപ്ലൈസസ് കറക്റ്റ് അളവിലാണോ, കറക്റ്റ് മെഷർമെന്റിലൊക്കെയാണോ മരുന്നുകൾ കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓവർസീ ചെയ്യുന്നത് ആരാണ്? മെഡിക്കൽ ഡയറക്ടർ ആണ്. അപ്പൊ അദ്ദേഹം അത് ഓവർസീ ചെയ്യുന്നുണ്ടോ എന്ന് കൂടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം കേട്ടോ. അങ്ങനെ ചെയ്യുന്നുണ്ടോ, അത് നോട്ടിഫൈ ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കൂടി ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളൊക്കെയാണോ കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ നോക്കാണ്ടൊക്കെ കൊടുക്കുന്ന പല സിറ്റുവേഷൻസ് അങ്ങനെ ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് സ്റ്റാഫുകൾ അങ്ങനെ മരുന്നൊക്കെ മാറിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഡിക്കൽ ഡയറക്ടർ എല്ലാ എമർജൻസി മെഡിസിനുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളും കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. മനസ്സിലായത്? Then all new staff members should get a formal orientation program that addresses. All new staff members should get a formal orientation program that addresses. ഇനി ED-യിൽ വരുന്ന പുതിയ സ്റ്റാഫുകൾ അല്ലെ, ഫ്രഷേഴ്സ് ആയിട്ടുള്ള സ്റ്റാഫുകൾ നമ്മൾ എന്ത് കൊടുത്തിരിക്കും? ഓറിയന്റേഷൻ പ്രോഗ്രാംസുകൾ. ഇതിനു വേണ്ടി ഓറിയന്റേഷൻ പ്രോഗ്രാംസ് കൊടുക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ഫ്രഷേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് റെഗുലേഷൻസ് എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ന്യൂ സ്റ്റാഫുകൾക്ക് അല്ലെ, പുതിയ സ്റ്റാഫുകൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഓറിയന്റേഷൻ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന മെത്തേഡ്സും കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള നല്ലൊരു അവയർനെസ്സും ആർക്ക് കൊടുത്തിരിക്കുന്നത്? നമ്മള് പുതിയ സ്റ്റാഫുകൾക്ക് കൊടുക്കണം. അപ്പൊ ആ ഫോർമൽ ഓറിയന്റേഷൻ പ്രോഗ്രാംസ് അവർക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് കൂടി ആരാണ് ശ്രദ്ധിക്കേണ്ടത്? അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ED-യിൽ വർക്ക് ചെയ്യുന്ന പുതിയ സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ രീതിയിൽ നമ്മൾ എന്ത് കൊടുക്കുക? ഓറിയന്റേഷൻ പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുക, ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചിട്ടുള്ള നല്ല അവയർനെസ് കൊടുക്കുക. ഓക്കെ, ദെൻ മിഷൻ ഓഫ് ദ ക്ലിയർ ആകുന്നില്ലേ? ഇപ്പോഴും ക്ലിയർ ആകുന്നില്ല ആർക്കും വോയിസ്? എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ തന്നെയാണോ? ക്ലാസ് മാറിയിരിക്കാൻ നിർവാഹമില്ല, കാരണം മറ്റെല്ലാ ക്ലാസ്സിലും ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
നിങ്ങളുടെ ചിലപ്പോ എന്തെങ്കിലും ലക്ഷ്യമായിരിക്കുള്ളൂ, ഒരു റേഞ്ച് ഉള്ളവർക്ക് ഇരുന്ന് അറ്റൻഡ് ചെയ്യട്ടോ. ആ ചിലപ്പോ ഓരോരുത്തർ ഇരിക്കുന്ന സ്ഥലത്തിന്റെ ആയിരിക്കും. The mission of the institution. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് എന്താ? മിഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. മിഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലിൽ എന്തുണ്ടായിരിക്കും? ഒരു മിഷൻ ആൻഡ് മിഷൻ ഉണ്ടായിരിക്കും അല്ലെ? അവരുടേതായ രീതിയിൽ അവരുടെ ഹോസ്പിറ്റലിൽ എന്താണ്? ഹോസ്പിറ്റൽ മിഷൻ. മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മിഷൻ. മിഷൻ ആൻഡ് മിഷൻ അറിയാലോ നിങ്ങൾക്ക്. ഹോസ്പിറ്റൽ മാത്രമല്ല, ഏതുതരം ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്ത് കഴിഞ്ഞാലും ഏതൊരു വർക്കിംഗ് കോംപ്ലക്സ് എടുത്ത് കഴിഞ്ഞാലും എന്താണ് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ലക്ഷ്യവും എയിമൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അതിന് പ്രകാരമായിരിക്കും അവർ പ്രവർത്തിക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ആ ഒരു ഹോസ്പിറ്റൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റലാണ് അല്ലെ? പ്രത്യേകിച്ച് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ആ ഒരു മിഷൻ അംഗീകരിച്ചു കൊണ്ടാണോ അല്ലെങ്കിൽ ആ മിഷനിലേക്ക് എത്താനുള്ള ഒരു രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് കൂടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നിരന്തരമായിട്ട് വാലുവേറ്റ് ചെയ്യേണ്ടതാണ്. അതായത് അവർക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ഓരോ കമ്പനിക്കാണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു മിഷൻ ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് കൂടി ഇവിടെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓക്കെ, ക്ലിയർ? യെസ്. Then standard operating procedures of the ED. Standard operating procedure of the ED. ഇതിനെ നമ്മൾ ഷോർട്ട് ആയിട്ട് പറയുന്ന പേര് SOPs എന്നാണ്. അതായത് S for standard and O for operating and procedures. D for procedures. അതായത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് മാത്രമായിട്ട് എന്തുണ്ട്? ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് അവിടുത്തെ ഒരു പേഷ്യന്റ് വന്ന് ആ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോകുന്നത് വരെ എന്താണ്? കാഷ്വാലിറ്റിയിൽ ഒരു പേഷ്യന്റ് വന്ന് അഡ്മിറ്റ് ആയി ആളുടെ ഒബ്സർവേഷൻ കഴിഞ്ഞ് ആൾ ഡിസ്ചാർജ് ആയി പോകുന്നത് വരെ അവര് പ്രൊസീജിയർ ഉണ്ട് അല്ലെ? നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട്, പേഷ്യന്റ് ഫ്ലോയിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ച് തന്നെയാണ് ED വർക്ക് ചെയ്യുന്നത് കൂടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതായത് അവരാ പറഞ്ഞിരിക്കുന്ന പോളിസി പ്രകാരമല്ല, അതിൽ വിപരീതമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ സർവീസസ് കൊടുക്കുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ എടുക്കാനായിട്ട് ആർക്ക് ചുമതലയുണ്ട്? EDക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ചുമതലയുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ SOPs അനുസരിച്ചിട്ട് തന്നെയാണോ ED പ്രവർത്തിക്കുന്നത് എന്ന് കൂടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഷുവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, next one, responsibilities of each member of the ED staff. Responsibilities of each member of the ED staff. ED സ്റ്റാഫുകൾക്ക് ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും അല്ലെ? ഓരോ സ്റ്റാഫുകൾക്കും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. ആ റെസ്പോൺസിബിലിറ്റീസ് അവർ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് കൂടി അവിടെ നിരന്തരമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ചെയ്തിരിക്കും. യെസ്, അതായത് എന്താണ്? ED സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം എമർജൻസി സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യുന്നവരാണ്. അപ്പൊ ഓരോ മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അല്ലെ? എന്നിരുന്നാൽ പോലും എന്താണ്? അവർക്ക് ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്ന ഓരോ ഡ്യൂട്ടീസും കൃത്യമായ രീതിയിൽ അവർ എഫക്റ്റീവ് ആയിട്ടും സ്കിൽഫുൾ ആയിട്ട് അത് കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് കൂടി അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഈച്ച് മെമ്പർ ഓഫ് ദ ഓരോ മെമ്പേഴ്സിനും ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ടോ? Then staff must improve their professional knowledge and skill. Staff must improve their professional knowledge and skill. എന്താ പറയുന്നത്? Staff must improve their professional knowledge and skill. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ആദ്യം പറഞ്ഞത് വരുന്ന എല്ലാ മെമ്പേഴ്സിനും നമ്മൾ ഓറിയന്റേഷൻ ക്ലാസ്സുകൾ കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ? ഓക്കെ, അവർ ഓറിയന്റേഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. ഓരോ ദിവസം ഓരോ കേസസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഒരു കാഷ്വാലിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഡിഫറെന്റ് ആയിട്ടുള്ള കേസുകൾ വരാം. ഓക്കെ, അപ്പൊ ഓരോ പ്രാവശ്യം ഓരോ പേഷ്യൻസിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവർക്ക് എന്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്? എല്ലാ ദിവസവും ഒരേപോലത്തെ കേസസ് തന്നെയാണോ വരുന്നത് ഡിപ്പാർട്ട്മെന്റില്, കാഷ്വാലിറ്റിയില്? അല്ല, പലതരത്തിലുള്ള കേസുകൾ വരും അല്ലെ? അപ്പൊ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ എന്താണ്? അത് എക്സ്പീരിയൻസ്ഡ് ആവണം അല്ലെ? അപ്പൊ അതോടൊപ്പം തന്നെ എന്താണ്?
അത് ചെയ്യുന്നതിനനുസരിച്ച് അവർ പ്രൊഫഷണൽ സ്കില്ല് കൂടി ഡെവലപ്പ് ചെയ്യാൻ മറ്റ് ഡോക്ടേഴ്സിനോട് അസിസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഓരോ ദിവസം പുതിയ പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. പല ക്രിട്ടിക്കൽ സിറ്റുവേഷനിലെ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യേണ്ടവരാ, ഡിഫറെന്റ് സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുക, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പല കേസസുകൾ എന്താണ് കാഷ്വാലിറ്റി വരുന്നുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഓരോ ദിവസവും ഓരോ പ്രാവശ്യം എന്താണ് അവർക്ക് ഓരോ ഷിഫ്റ്റ് കഴിയുന്നതനുസരിച്ചിട്ട് എന്ത് വരുന്നുണ്ട്, അവരുടെ പ്രൊഫഷണൽ സ്കില്ലും നോളജസും ഡെവലപ്പ് ചെയ്യാനായിട്ട്. അതായത് ഓരോ പേഷ്യൻസിന്റെ കണ്ടീഷൻ വ്യത്യസ്തമാണ്, അവർ പരിചരിക്കുന്ന രീതി വ്യത്യസ്തമാണ്, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സ് വ്യത്യസ്തമാണ്. അപ്പൊ എന്താണ് ഓരോ ദിവസം ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ സ്കില്ല് കൂടിയാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ ദിവസം ഇമ്പ്രൂവ് ചെയ്യാനും കൂടിയിട്ട് അവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ അവരിവിടെ പ്രൊഫഷണൽ സ്കിൽ അവർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോന്ന് കൂടി ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായോ? നിങ്ങൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ ക്ലാസ്സിലിരിക്കുന്നത്? ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചു. കുറച്ചും കൂടി ഉഷാറായിട്ട് ക്ലാസ്സിൽ ഇരിക്കട്ടാ. ഇല്ല, കഴിക്കാത്തവരുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഉച്ചയ്ക്ക് ഊണ് തന്നെ കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ എന്തെങ്കിലും കഴിച്ചിട്ട് അത് ക്ലാസ്സിൽ കയറണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബോറായിരിക്കുള്ളൂ, ക്ലാസ്സിൽ ഇരിക്കാനും ഭയങ്കര അസ്വസ്ഥതകളും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കുള്ളൂ. എന്തെങ്കിലും കഴിച്ചാൽ മതി, ഇപ്പൊ ഊണ് തന്നെ കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നെക്സ്റ്റ് വൺ എന്താണ്? Triage and screening. Each patient must be performed by a physician or trained RN with the ENT. So, triage and screening of each patient must be performed by a physician or trained RN with the ENT. But RN and ENT എന്താണെന്ന് അറിയാലോ? RN എന്താണ്? RN നമ്മൾ പഠിച്ചാണല്ലോ. RN ആരാണ്? RN. Yes, very good. Registered nurse. The EMT. EMT ആരാ? EMT. Emergency medical technician. Yes, very good. മറന്നു വരുതട്ടാ, നമുക്ക് ഷോർട്ട് സ്റ്റേയിൽ എന്ന് പറയാൻ പല ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. Yes. Okay, ഇവിടെ ഈ പോയിന്റിൽ എന്താ പറയുന്നത്? Triage and screening of each patient must be performed. ഇപ്പൊ ഒരു പേഷ്യൻസിനെ നമ്മൾ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഫസ്റ്റ് ആളെ ട്രയലും സ്ക്രീനിങ് സെക്ഷൻസും കൈകാര്യം ചെയ്യുന്നത് ആരായിരിക്കും? ഫസ്റ്റ് പേഷ്യൻസിനെ സോർട്ട് ഔട്ട് ചെയ്യുന്നത് ആരായിരിക്കും? സിവിയറിറ്റി നോക്കിയിട്ട് പേഷ്യൻസിനെ സ്ക്രീനിങ് ചെയ്യുന്നതും ട്രയൽ ചെയ്യുന്നതൊക്കെ ആരായിരിക്കുള്ളൂ? ഫിസിഷ്യനോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നഴ്സോ അല്ലെങ്കിൽ എമർജൻസി ടെക്നീഷ്യൻസോ ആയിരിക്കും. ഓക്കെ, അത് നിർബന്ധമായിട്ടും അവർ തന്നെ ചെയ്തിരിക്കണം. അപ്പോ പ്രത്യേകിച്ച് ഒരു കാഷ്വാലിറ്റി ഒരു പേഷ്യന്റ് വരുന്ന സമയത്ത് അവർ കൈകാര്യം ചെയ്യുന്നത്, പ്രത്യേകിച്ച് ട്രയൽ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് ഫിസിഷ്യനോ രജിസ്റ്റേർഡ് നഴ്സോ EMT ആണോ എന്നുള്ളത് കൂടി ആരാണ് നോക്കേണ്ടത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സിവിയറിറ്റി കൂടിയ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവരെ നോക്കുന്നത് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ട്രയേജ് ചെയ്യുന്നത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫിസിഷ്യനോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സോ അല്ലെങ്കിൽ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനോ ആയിരിക്കും. ഓക്കെ, ഇവര് മൂന്ന് പേരിൽ ആരെങ്കിലും ആണോ എന്നുള്ളത് കൃത്യമായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ടതാണ് കേട്ടോ. മനസ്സിലായല്ലോ പോയിന്റ്? Yes. Then eligible and appropriate medical record must be established for each individual. Eligible and appropriate medical record must be established for each individual. Yes, ഇവിടെ eligible എന്ന് പറയുന്നത് എന്താണ്? Eligible വായിക്കാൻ പറ്റാത്തതാണോ വായിക്കാൻ പറ്റുന്നതാണോ? നിങ്ങൾക്ക് എന്താണ് eligible എന്ന് പറഞ്ഞാല്? നിങ്ങൾക്ക് ഓൾറെഡി ഡോക്ടേഴ്സ് തരുന്ന പ്രിസ്ക്രിപ്ഷൻസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ? നമുക്ക് എന്തെങ്കിലും വായിക്കാൻ പറ്റാറുണ്ടോ? ഹോസ്പിറ്റലിൽ തരുന്ന പ്രിസ്ക്രിപ്ഷൻസ് ഡോക്ടേഴ്സ് തരുന്നത്
ഒന്നും വായിക്കാൻ പറ്റാറില്ല അല്ലെ? ചിലതൊക്കെ മനസ്സിലാവും, അറിയാവുന്ന എന്തെങ്കിലും പേരെന്തെങ്കിലും മനസ്സിലാവും, അല്ലാത്ത പക്ഷം എന്താണ് ഒന്നും മനസ്സിലാവില്ല അല്ലെ? ഓക്കെ, ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഇവിടെ ഓരോ ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്ന മെഡിക്കൽ റെക്കോർഡ്സിൽ അവർക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്ത് അവരുടെ മെഡിക്കൽ റെക്കോർഡ്സിൽ അവരുടെ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഓരോ ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ്, മെഡിക്കൽ ചാർട്ട്സ് തയ്യാറാക്കുമ്പോൾ അവർക്ക് ലെജിബിൾ ആവുന്ന രീതിയിൽ വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആ റെക്കോർഡ്സുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്, അതിന്റെ കൂടി റെസ്പോൺസ് ആർക്കാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അത് വഹിക്കുന്നത്. അതായത് അവർക്ക് എന്താണ് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് പല രീതിയിൽ സൂക്ഷിച്ചു വെക്കാനുള്ള ചില റെക്കോർഡ്സുകളായിരിക്കും. എന്നിരുന്നാൽ പോലും എന്താണ് അത് എങ്ങനെയായിരിക്കണം നമുക്ക് വായിക്കാൻ ഡിസ്ചാർജ് സമ്മറി ആണെങ്കിലും എങ്ങനെ പ്രിസ്ക്രിപ്ഷൻസ് ആണെങ്കിലും ചാർട്ടിലുള്ള കാര്യങ്ങളെങ്കിലും നമുക്ക് വായിക്കാം, അത്യാവശ്യം മനസ്സിലാവുന്ന രീതിയിലായിരിക്കും അത് എഴുതേണ്ടത്. ഓക്കെ, അത് അങ്ങനെയാണോ എഴുതി കൊടുക്കുന്നതെന്ന് കൂടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻസ് ഉറപ്പുവരുത്തേണ്ടതാണ് കേട്ടോ. ഇനി മനസ്സിലായോ ഇത് പറഞ്ഞത് ആ പോയിന്റ്? യെസ്. ഇനി നെക്സ്റ്റ് വൺ എന്താണ്? ദ മിനിമം സെറ്റ് ഓഫ് SOPs ഷുഡ് ബി അവൈലബിൾ ഫോർ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞില്ലേ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് എന്തുണ്ട്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകളുണ്ട്. ആ പേരിന്റെ എക്സ്പാൻഷൻ നിങ്ങൾ പഠിക്കണം കേട്ടോ. SOP എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കേട്ടോ. അതെങ്ങനെയാണ് പഠിക്കണേ? ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രധാനപ്പെട്ട സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം മിനിമം സെറ്റ് ഓഫ് SOPs ഉണ്ട്. ആ SOPs ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, റിസീവിംഗ് ഓഫ് ദ പേഷ്യന്റ്, രജിസ്ട്രേഷൻ ഓഫ് ദ പേഷ്യന്റ്, ട്രയലേജ് ഓഫ് ദ പേഷ്യന്റ്, ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫർ വിത്തിൻ ഹോസ്പിറ്റൽ, referral of the patient, discharge of the patient, brought-in death cases, code blue, medico-legal cases and clinical protocols. ഓരോന്ന് നോക്കാം. ഫസ്റ്റ് പ്രൊസീജിയർ എന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ? റിസീവ് ഓഫ് ദ പേഷ്യന്റ്. എന്താണ് റിസീവ് ഓഫ് ദ പേഷ്യന്റ് എന്ന് പറയുന്നത്? എന്ന പേഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്താൽ അവരെ നമ്മൾ സ്വീകരിക്കുന്നു. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. അതിനുശേഷം എന്താണ്? registration of the patient. നോക്കൂ, registration of the patient. ആ വരുന്ന പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യുക. Then അതിനുശേഷം എന്താണ്? triage of the patient. പ്രൊസീജിയേഴ്സ് ആണ് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചത് പേഷ്യന്റ് പ്രോസസ് ആണ് 5 സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചത്. ഡിസ്ചാർജ് പ്രോസസ് വരെ 5 സ്റ്റെപ്പിൽ പഠിച്ച എന്താണ്? പേഷ്യൻസ് ഒരു അതിന് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്നു കഴിഞ്ഞാലുള്ള കാര്യങ്ങളാണ്. ഇത് അവിടെ കൊടുത്തിരിക്കുന്ന മിനിമം ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകളാണ്. ഒരു ED പാലിക്കേണ്ട കുറെ പ്രൊസീജിയേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിലാദ്യം എന്താണ്? വരുന്ന പേഷ്യൻസിനെ നമ്മൾ റിസീവ് ചെയ്യുന്നു. സെക്കൻഡ് എന്താണ്? അവരുടെ വരുന്ന പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുന്നു. Then triage of the patient. പേഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സോർട്ട് ഔട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്? ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫർ വിത്തിൻ ദ ഹോസ്പിറ്റൽ. ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫർ വിത്തിൻ ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തിൻ ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എവിടെയാണ്? എന്ത് ട്രാൻസ്ഫർ ആണ് അത്? വിത്തിൻ ദ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്കാണോ പോകുന്നത്? ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ മറ്റൊരു യൂണിറ്റിലേക്കാണോ മാറുന്നത്? യെസ്, ഹോസ്പിറ്റലിൽ തന്നെ. ഇപ്പൊ ICUലുള്ള പേഷ്യന്റ്, ജനറൽ വാർഡിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ICUലേക്ക് മാറ്റും. അതാണ് എന്താ ഇൻട്രാ ട്രാൻസ്ഫർ, ഇന്റർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഒന്നല്ലെങ്കിൽ എന്താണ്? പേഷ്യൻസിനെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റപ്പെടും. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നേരെ എന്താണ്? ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് വന്ന പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും ആളെ മാറ്റുന്നത്? കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യന്റ് ആണെങ്കിൽ എവിടേക്കായിരിക്കും മാറ്റുന്നത്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക്. ഓക്കെ, അപ്പൊ ഏത് കേസാണോ അതിനനുസരിച്ച് പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അവരെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് അടുത്തൊരു പ്രൊസീജിയർ. ഓക്കെ, പിന്നെ എന്താണ്? റെഫറൽ ഓഫ് ദ പേഷ്യന്റ്. എന്താണ് റെഫറൽ ഓഫ് ദ പേഷ്യന്റ് എന്ന് പറയുന്നത്? റെഫറൽ റെഫർ ചെയ്യാന്ന് പറയുന്നത് എന്താ? യെസ്, മറ്റൊരു
മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റലിലേക്കോ ചിലപ്പോൾ റെഫർ ചെയ്യേണ്ടി വന്നേക്കാം. അല്ലെ കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ എന്താണ് ചിലപ്പോൾ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസോ അങ്ങനെ എന്ത് കാരണങ്ങളായേക്കാം. ഓക്കെ, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ മറ്റൊരു ഡോക്ടറിനോ അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കോ ആളെ റെഫർ ചെയ്തേക്കും. ഓക്കെ, പിന്നെ അടുത്ത പ്രൊസീജിയർ എന്താണ്, ഡിസ്ചാർജ് ഓഫ് ദ പേഷ്യന്റ്. ഓക്കെ, ആള് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആളെ ഡിസ്ചാർജ് ചെയ്ത് വിടുന്നു. ഇനി ചില കേസസ്, അടുത്തൊരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ബ്രോട്ട് ഇൻ ഡെത്ത് കേസസ് ആണ്. ബ്രോട്ട് ഇൻ ഡെത്ത് കേസസ്. എന്താണ് ഡെത്ത് കേസസ് എന്ന് പറയുന്നത്? ബ്രോട്ട് ഇൻ ഡെത്ത് കേസസ് എങ്ങനെയുള്ള കേസസ് ആണ്? ഇനി ഒരു പേഷ്യന്റ് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എത്തി മരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് മരിച്ചിട്ടായിരിക്കാം, അല്ലെ? വരുന്ന വഴിക്കായിരിക്കും എന്താണ് മരണപ്പെട്ട കേസസുകൾ, അല്ലെ? അപ്പൊ അത്തരം കേസസിന് കുറച്ചുകൂടി പ്രൊസീജിയേഴ്സ് കൂടുതലാണ്, അല്ലെ? അപ്പൊ അതിന് കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ കാരണം ഇപ്പൊ മെഡിക്കോ ലീഗൽ കേസസിൽ പെടുന്ന കേസസ് ആണെങ്കിൽ എന്താണ് അതിന് വേറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, പോസ്റ്റ്മോർട്ടം, അങ്ങനെയുള്ള കുറെ പ്രൊസീജിയറുകൾ അതിന്റെ ഇടയിൽ വരുന്നുണ്ട്. അതെങ്ങനെയുള്ള കേസസിലാണ്? ബ്രോട്ട് ഇൻ ഡെത്ത് കേസസ് ആയിട്ടുള്ള കേസസിൽ മാത്രമാണ് അത്തരം കുറച്ചുകൂടി പ്രൊസീജിയറുകളാണ് കൂടുന്നത്, അല്ലെ? ഓക്കെ, ഇനി അടുത്ത പ്രൊസീജിയർ എന്താണ്? അടുത്ത ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കോഡ് ബ്ലൂ പുറപ്പെടുവിക്കുന്നു. എപ്പോഴാണ് കോഡ് ബ്ലൂ പുറപ്പെടുവിക്കുന്നത്? വെരി ഗുഡ്, കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് അറ്റാക്ക് പോലുള്ള സിറ്റുവേഷൻസിലാണ് നമ്മള് കോഡ് ബ്ലൂ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അത് നമ്മള് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റെസ്പോൺസ് കോഡ് ഉണ്ട്. അതിലൊരു കോഡാണ് നിങ്ങളിപ്പോ പഠിക്കുന്നത്, കാർഡിയാക് അറസ്റ്റിന് വേണ്ടിയുള്ളതാണ് എന്ത്, കോഡ് ബ്ലൂ. കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഹോസ്പിറ്റലില് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടി സജ്ജമാകും, ആ ഒരു പ്രൊസീജിയർ കൈകാര്യം ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് റെഡിയാകാൻ വേണ്ടിയിട്ട് കോഡ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യണം. ഇതേപോലെ ഒരുപാട് കോഡ്സുകൾ നമ്മൾ പഠിക്കാനുണ്ട്. അത് അടുത്ത ഭാഗങ്ങളിൽ നമ്മൾ ഓരോ കോഡ് എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് പഠിക്കാനുണ്ട് കേട്ടോ. ഇപ്പൊ കോഡ് ബ്ലൂ എന്തിനു വേണ്ടിയിട്ടാണ്? കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുമ്പോൾ. അതുകൊണ്ട് തന്നെ എഴുതി വെച്ചേക്കട്ടോ, ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് കോപ്പി ചെയ്തെടുക്കും. കോഡ് ബ്ലൂ എപ്പോഴാണ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്? കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുമ്പോൾ. ഓക്കെ, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് നഴ്സസും ഡോക്ടേഴ്സും ഒക്കെ സജ്ജമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കോഡ് ഇനീഷ്യേറ്റ് ചെയ്തത്, പുറപ്പെടുവിക്കുന്നത് കേട്ടോ. ഓക്കെ, ഒരു എമർജൻസി ഓപ്പറേറ്റർ ആയിരിക്കും ഒരു കോഡ് ബ്ലൂ പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, കോഡ് ബ്ലൂ മനസ്സിലായല്ലോ? ഇനി മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട കേസസുകളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറുകൾ അവിടെ കൈകാര്യം ചെയ്യുന്നു. പിന്നെ ക്ലിനിക്കൽ പ്രോട്ടോകോൾസ്. ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ക്ലിനിക്കൽ പ്രോട്ടോകോൾസില് ഇനിയിപ്പോ ഒരു പേഷ്യന്റ് മരിച്ചിട്ടൊക്കെ ആണെങ്കിൽ അതും ക്ലിനിക്കൽ പ്രോട്ടോകോൾസിൽ വരാം കേട്ടോ. മെഡിസിൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാം, ഇൻവെസ്റ്റിഗേഷൻസ് വരാം. പിന്നെ അവിടെ നമ്മൾ എന്താ പറയാ, ഇപ്പൊ ചില പേഷ്യൻസിന് മരണപ്പെട്ട കേസസ് ആണെങ്കിൽ ബന്ധുക്കൾ വരുന്നവരേക്ക് എന്താണ് ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് കംപ്ലീറ്റ് ചെയ്യാതെ നമുക്ക് പേഷ്യന്റിന്റെ ബോഡി വിട്ടുകൊടുക്കാനൊന്നുള്ള സാധ്യത അതും ഈ ഒരു കേസസിൽ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ, ഈ ഒരു പ്രൊസീജിയറിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, യെസ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. എവിടെ പാലിക്കേണ്ടതാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അവൈലബിൾ ആയിട്ടുള്ള മിനിമം സെറ്റ് ഓഫ് SOPs ആണ് നമ്മള് ഇവിടെ വരെ പഠിച്ചത്, ഈ J വരെയുള്ള ഈ ഒരു പോയിന്റ്സ്. അപ്പൊ ഇതെല്ലാം തന്നെ അവര് പാലിക്കുന്നുണ്ടോ എന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യാത്ത പക്ഷം എന്താണ് അവർക്ക് അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് സ്വീകരിക്കാനുള്ള ചുമതലയും ആർക്കാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങള് ഈ മിനിമം സെറ്റ് ഓഫ് SOPs എന്താണെന്ന് ഈ പേരുകളൊന്ന് പഠിക്കണം കേട്ടോ. ഏതൊക്കെയാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ? ഏതൊക്കെയാണ്? Receiving the patient, registration of the patient, triage of the patient, shifting or transfer within the hospital, then referral of the patient, discharge of the patient, brought in death cases, code blue, medical legal cases and clinical protocols. ഇത്രയാണ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ പഠിക്കേണ്ടത് ഇതിന്റെ പേരുകളും പഠിക്കണം, ഈ എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ. SOP സ്റ്റാൻഡ് ഫോർ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, നമ്മളിപ്പോ പഠിച്ചതെല്ലാം എന്താണ്?
എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തേണ്ട കുറച്ച് പ്രൊസീജിയേഴ്സിന്റെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞു പോകണം കേട്ടോ. ഒന്ന് അവിടെ വരുന്ന എത്രത്തോളം പേഷ്യൻസ് വരുന്ന അവർക്ക് കൃത്യമായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മാനറിൽ ഹെൽത്ത് കെയർ കൊടുക്കുന്നത്, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടോ എന്ന് കൂടി, അതായത് എത്ര പേഷ്യൻസ് വന്നാലും അതിനനുസരിച്ചിട്ട് അവർക്ക് ഒരേപോലെ ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നുണ്ടോ എന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തും. അതേപോലെ തന്നെ എന്താണ് അവിടുത്തെ പോളിസീസും പ്രൊസീജിയേഴ്സും കൃത്യമായിട്ടുള്ള രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കൂടി ഇവിടെ ഗൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് മറ്റ് ഡിപ്പാർട്ട്മെന്റ്സുമായി, പ്രത്യേകിച്ച് ആൻസിലറി സർവീസസ്, മറ്റ് അനുബന്ധ സേവനങ്ങളുമായിട്ട് ഇന്റർഗ്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ ക്വാളിറ്റിയും സേഫ്റ്റിയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മെഡിക്കൽ സ്റ്റാഫുകളും നഴ്സ് ഡയറക്ടേഴ്സും ഒക്കെ അവിടെ ബിഹേവ് അല്ലെങ്കിൽ അവർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് കൂടി അവിടെ നമ്മൾ ഇൻഷുർ ചെയ്യുന്നു. അതേപോലെ തന്നെ എന്താണ് എമർജൻസി കെയർ കൃത്യമായിട്ട് വരുന്ന പേഷ്യൻസിന് എമർജൻസി കെയർ ആ കണ്ടിന്യൂറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ മെഡിക്കൽ കെയർ കൊടുക്കുന്നുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് പ്രത്യേകിച്ച് മെഡിസിൻ, എമർജൻസി മെഡിസിൻസിന്റെ കാര്യത്തില് മെഡിക്കൽ ഡയറക്ടർ ആണ് കൃത്യമായിട്ട് അത് ഓവർസീ ചെയ്യുന്നത്. അതായത് മെഡിസിൻസ് കൃത്യമായിട്ടാണ് കൊടുക്കുന്നത്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള മരുന്നുകളാണെങ്കിൽ എക്സ്പയറി ഡേറ്റ് മരുന്നുകളാണോ, അങ്ങനെയൊക്കെ അതൊക്കെ മെഷർമെന്റ് ഒക്കെ കൃത്യമായിട്ട് അളവിലാണോ കൊടുക്കുന്നത്, എല്ലാ മെഡിക്കൽ സപ്ലൈസസും കൃത്യമായിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് ആരാണ്? മെഡിക്കൽ ഡയറക്ടറാണ്. മെഡിക്കൽ ഡയറക്ടർ കൃത്യമായിട്ട് ഓവർസീ ചെയ്യുന്നുണ്ടോ എന്ന് കൂടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വാലിഡേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി വരുന്ന പുതിയ സ്റ്റാഫുകൾക്കെല്ലാം തന്നെ നമ്മൾ എന്ത് കൊടുക്കും? ഓറിയന്റേഷൻ പ്രോഗ്രാംസ് കൊടുക്കും അല്ലെ? അവിടുത്തെ പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണെന്നുള്ളതുമായി ബന്ധപ്പെട്ട് എന്താണ് എല്ലാ ന്യൂ സ്റ്റാഫുകൾക്കും ഇന്ന് നമ്മൾ കൊടുക്കുന്നു ഫോർമൽ ആയിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാംസുകൾ കൊടുക്കുന്നു. പിന്നെ ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മിഷൻ അനുസരിച്ചിട്ടാണോ ഈ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത് എന്നുകൂടി എൻഷുർ ചെയ്യുന്നു. പിന്നെന്താണ് ഇഡിയിലെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അനുസരിച്ചിട്ടാണോ അവർ വർക്ക് ചെയ്യുന്നതെന്ന് കൂടി ചെക്ക് ചെയ്യുന്നു. പിന്നെ ഓരോ ഇഡി സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് ഓരോരുത്തർക്കും ഓരോരോ ചുമതലകളുണ്ട്. ആ ചുമതലകൾ ഓരോരുത്തരും വ്യക്തമായിട്ട് ആ റെസ്പോൺസിബിലിറ്റീസ് കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് കൂടി അവിടെ ചെക്ക് ചെയ്യുന്നു. പിന്നെ അതോടൊപ്പം തന്നെ എന്താണ് സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള നോളജസും സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ് കാഷ്വാലിറ്റിയിൽ വരുന്ന ഓരോ കേസുകൾ. ആ കേസുകൾ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് അവരുടെ പ്രൊഫഷണൽ സ്കില്ല് കൂടി അവരുടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് കൂടി അവിടെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, ഒരു പേഷ്യന്റ് കാഷ്വാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫസ്റ്റ് ഒരു ട്രയലേജ് ആൻഡ് സ്ക്രീനിങ് സെക്ഷൻ കൈകാര്യം ചെയ്യേണ്ടത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള നഴ്സോ ഫിസിഷ്യനോ PMO ആയിരിക്കണം, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് ആയിരുന്നു. ഇപ്പൊ ഇവർ 3 പേരിൽ ആരെങ്കിലും ഒരാളാണോ ഇത് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, പേഷ്യൻസിന് ഓരോ ഇൻഡിവിജ്വൽസിനും കൊടുക്കുന്ന മെഡിക്കൽ റെക്കോർഡ്സുകൾ നമുക്ക് ലെജിബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് അതേപോലെ തന്നെയാണോ എഴുതപ്പെടുന്നതെന്ന് കൂടെ നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. പിന്നെ എന്താണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. കുറച്ച് മിനിമം സെറ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ഹോസ്പിറ്റലിൽ അതുപോലെ തന്നെ അവർ പാലിക്കുന്നുണ്ട്. ആ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് തന്നെയാണോ അതെല്ലാം തന്നെ അവിടെ അവൈലബിൾ ആണോ എന്ന് കൂടി അവിടെ ചെക്ക് ചെയ്യപ്പെടുന്നു. മിനിമം സെറ്റ് ഓഫ് SOPs എന്ന് പറയുന്നത് പേഷ്യന്റ് വന്ന് ആൾ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത് വരെ, അല്ലെങ്കിൽ മറ്റ് കേസസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കൽ ലീഗൽ കേസസുകളോ അല്ലെങ്കിൽ മറ്റ് പ്രത്യേകിച്ച് കാർഡിയാക് അറസ്റ്റ് പോലെ സിറ്റുവേഷൻസിനാണെങ്കിൽ കോഡപ്പ് ഇനീഷ്യേറ്റ് ചെയ്യുക. മറ്റ് ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സും എന്തിലാണ് വരുന്നത്? SOP യിലാണ് ഇതെല്ലാം വരുന്നത്. അപ്പൊ ഈ SOP പ്രകാരമാണോ ഇനി വർക്ക് ചെയ്യുന്നതെന്ന് കൂടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഒന്ന് വായിച്ചു നോക്കിയേ, നിങ്ങളത് മുഴുവനൊന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ?
ഓക്കെ, ഇനി അടുത്തത് ജസ്റ്റ് ടീച്ചർ പറയുന്നുള്ളൂ, നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് റെസ്റ്റ് എടുക്കാം കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. എന്താണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്? ഗുണനിലവാര സൂചകങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്? അതായത് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന സർവീസുകളുടെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സൂചകങ്ങൾ ഉപയോഗിക്കും. അതായത് അവിടെ കൊടുക്കുന്ന സേവനങ്ങളെല്ലാം നല്ല ഗുണനിലവാരമുള്ള ക്വാളിറ്റി ആയിട്ടുള്ള സേവനങ്ങളാണോ പ്രൊവൈഡ് ചെയ്യുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നോക്കുന്നത്. ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് എന്താണ്? സൂചകങ്ങൾ. ഓക്കെ, ഇമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്ന സൂചകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ്, ടോട്ടൽ ടൈം സ്പെൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ലെഫ്റ്റ് വിത്തൗട്ട് പേയിങ്, ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്, ടൈം ടു ട്രീറ്റ്മെന്റ് ആൻഡ് സർവീസ് എക്സ്പീരിയൻസ്. ഓക്കെ, പറഞ്ഞ ഹെഡ് പോയിന്റ് എന്താണെന്ന് മനസ്സിലായോ? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്താണ് ഇത് പറഞ്ഞത് മനസ്സിലായത്? എന്താണ്? ED ഡിപ്പാർട്ട്മെന്റിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്ന കുറച്ച് സൂചനകൾ ഏതൊക്കെയാണ്? അതിൽ ആദ്യം വരുന്ന എന്താണ്? ഓരോന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും കേട്ടോ. ആദ്യം നമുക്ക് ഒന്ന് പറഞ്ഞു വെക്കാം. അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ്. അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ് എന്താണായിരിക്കും? അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഇവിടെ വരുന്ന എല്ലാ കേസുകളും നമ്മൾ മുൻകൂട്ടി ഒന്ന് ബുക്ക് ചെയ്തിട്ടല്ല വരുന്നത് അല്ലെ? എമർജൻസി കേസുകൾ, പ്രത്യേകിച്ച് ക്യാഷ് ആക്ടിൽ വരുന്ന കേസുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്? അല്ല, അൺപ്ലാൻഡ് ആയിട്ട് വരുന്ന കേസുകൾ. അപ്പൊ എത്രത്തോളം കേസുകൾ വന്നാലും എത്രത്തോളം പേഷ്യൻസ് വന്നാലും എന്താണ് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാഷ്വാലിറ്റി ആയിരിക്കില്ലേ? നല്ലൊരു ഹോസ്പിറ്റൽ ആയിരിക്കില്ലേ അത്? ആണോ? യെസ്. എന്താണ് പറയുന്നത്? അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ വരുന്ന അല്ലെങ്കിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ വരുന്ന എല്ലാ ഈവന്റ്സ്, എല്ലാ പേഷ്യൻസിനെയും നമുക്ക് ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു എമർജൻസി സർവീസ് ആയതുകൊണ്ടാണ് അത് ആ ഒരു രീതിയിൽ ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ നല്ലൊരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് നിർണ്ണയിക്കുന്ന ആദ്യ സൂചകം എന്ന് പറയുന്നത് എന്താണ്? എത്ര പേഷ്യൻസ് വന്നാലും ബുക്ക് ചെയ്യാതെ പോലും പേഷ്യൻസ് വന്നാലും എന്താണ് അവർക്ക് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നത് അവർക്ക് വളരെ ഒരു വലിയ ക്വാളിറ്റി തന്നെ. ഓക്കെ, യെസ്. ഇനി ഒരു പോയിന്റ് കൂടി പറഞ്ഞത് നിർത്താട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കും. ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. നമ്മള് ED പോകുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എത്രയും പെട്ടെന്ന് നമുക്ക് ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ടാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ആശ്രയിക്കുന്നത് അല്ലെ? നമുക്ക് ഒരുപാട് നേരം ഡിലേ വന്ന് കുറെ നേരം നിന്നാലും നമുക്ക് എന്താണ് നമ്മളെ നോക്കുന്നില്ല, ഒബ്സർവേഷൻ വരുന്നില്ല, മറ്റു അത്യാവശ്യമുള്ള മെഡിസിൻ പോലും തരാതെ ഇരുന്നാലും നമുക്ക് എന്ത് പറ്റും? ചിലപ്പോൾ നമ്മുടെ ചിലപ്പോൾ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ വിളിച്ചിട്ട് അവർക്ക് കുറച്ചുകൂടി ഡിഫിക്കൽട്ടീസ് കൂടാൻ സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ വരാതെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റണം? ട്രീറ്റ്മെന്റ് കൊടുത്ത് അധികമൊന്നും സമയം എടുക്കാതെ ഒരുപാട് ലാഗിങ് വരാതെ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നല്ലൊരു മെഡിക്കൽ കെയർ ആർക്ക് ലഭിച്ചിരിക്കുന്ന പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ് അതൊരു നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് ED പറയാവുന്നതാണ്. അതായത് നമ്മൾ അവിടെ എത്രത്തോളം സമയം സ്പെൻഡ് ചെയ്യുന്നു, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ? കുറച്ച് സമയം കൊണ്ട് നമുക്ക് അതേ രീതിയിലുള്ള ചികിത്സ കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് നല്ല ക്വാളിറ്റി ആയിട്ട് അതിനെ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? യെസ്, മനസ്സിലായില്ലേ? ഓക്കെ, ഈ ഒരു പോയിന്റ് കൂടി ഒന്ന് പറഞ്ഞേക്കട്ടെ. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ എനിക്ക് തോന്നുന്നില്ല. ലെഫ്റ്റ് വിത്തൗട്ട് സീൻ, ലെഫ്റ്റ് വിത്തൗട്ട് ബീങ് സീൻ. ആരെ കാണാതെയാണ് നമുക്ക് പോകേണ്ടി വരുന്നത്?
പോകേണ്ടി വരേണ്ട സിറ്റുവേഷൻ വരുന്നത്. എന്നാൽ ചിലപ്പോൾ കാഷ്വാലിറ്റി പോയ ആളും ഡോക്ടറെ ചിലപ്പോൾ കാണാൻ പറ്റുന്ന വരില്ല അല്ലെ. ചിലപ്പോ ചില സിറ്റുവേഷൻസിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അവര് കറക്റ്റ് ആയിട്ട് വരുന്ന പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് എന്താണ് ഡോക്ടേഴ്സിനെ കാണാൻ പറ്റാതെ വരുന്നത്. അങ്ങനെ വരുന്ന ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ ക്വാളിറ്റീസ് ആണ് അവർ കൊടുക്കുന്നത്. അപ്പൊ വരുന്ന പേഷ്യൻസിന് എല്ലാം തരം ഡോക്ടേഴ്സിനെ കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടാകുമ്പോൾ അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് അതിനെ പറയാൻ പറ്റും അല്ലെ. ഡോക്ടേഴ്സിനെ കാണാതെ പോകുന്നതാണ്, കണ്ടു പോകുന്നതാണോ അതിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത്? ഡോക്ടേഴ്സിനെ കാണാൻ പറ്റണം അല്ലെ. നമുക്ക് വരുന്ന കാഷ്വാലിറ്റി വരുന്ന സമയത്ത് നമുക്ക് ഡോക്ടേഴ്സിനെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നല്ല ക്വാളിറ്റി സർവീസസ് ആണ് കൊടുക്കുന്നതെന്ന് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, കണ്ടിട്ട് പോകാൻ പറ്റുന്നത് തന്നെയാണ് നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിലെ 3 പോയിന്റ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. ടെക്സ്റ്റ് ഉള്ളവർ അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കും. ഓക്കെ, ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സിലെ മെഡിസിൻസ് ഒക്കെ ഓവർസീ ചെയ്യുന്നത് ആരാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സിന്റെ മെഡിസിൻസ് ഒക്കെ, എമർജൻസി മെഡിസിൻസ് ഓവർസീ ചെയ്യുന്നത് ആരാണ്? ചോദിക്കുന്ന ആളെ പറഞ്ഞാൽ മതി. അമൃത എം. അമൃത ഉണ്ടോ? അല്ലു ഷഫീഖ് എന്ന് പറഞ്ഞ പേരോട് ആരാണ്? അല്ലു ഷഫീഖ്. ആര് പറയോടോ? ആൻസർ ആര് പറയോ? Hospital medical director. The medical director should oversee all aspects of the practice of emergency medicine in ED. Okay, very good, very good. Then ഒരു ട്രയേജ് സ്ക്രീനിങ് സെക്ഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഫസ്റ്റ് ഇനീഷ്യേറ്റ് എടുക്കേണ്ടത് ആരൊക്കെയാണ്? Physician ഫിസിഷ്യൻ, or trained registered nurse. രജിസ്റ്റേർഡ് നഴ്സ്, Registered nurse and emergency medical technician. okay. The next SOP stands for Standard operating procedure. okay, very good, okay. Yes, okay, thank you, have a nice day. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am.